അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽ റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ ദി എർത്ത് പാസ്റ്റ് അല്ലെങ്കിൽ ദ ഹിസ്റ്ററി ഓഫ് എർത്ത് ഓർ ദ ജിയോളജിക്കൽ പാസ്റ്റ് ഈസ് ക്ലാസിഫൈഡ് ഓൺ എ സ്പെസിഫിക് മെത്തേഡ്. ഒരു പ്രത്യേക മെത്തേഡ് അനുസരിച്ച് എർത്തിന്റെ ജിയോളജിക്കൽ പാസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണത്? അതായത് എർത്തിന്റെ ജിയോളജിക്കൽ പാസ്റ്റിനെ വലിയ ഗ്രൂപ്പുകളായിട്ട്, അതായത് ഇയോൺസ് എന്ന് പറയുന്ന വലിയ ഡിവിഷൻസ് ആയിട്ടും ഇയോൺസിനകത്ത് ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇറ എന്നുള്ള രീതിയിൽ ഇറാസ് ആയിട്ടും ഇറയ്ക്കകത്ത് പീരീഡ്സുകളായിട്ടും പീരീഡ്സിനായിട്ട് അകത്ത് ഇപ്പോക്കുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദ ജിയോളജിക്കൽ പാസ്റ്റ് ഓഫ് എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇയോൺസ്. ദേ ആർ ദി ലാർജസ്റ്റ് division of geological time. Then there are eras. They are the second largest. That means a number of eras will make a eon. Similarly, eras are then divided into periods. So that is the third largest unit. And within the period, again there is division, and that division is called epoch. So a number of epoch will constitute a period. Number of periods will constitute an era. Number of eras will be forming an eon. Exactly like കുറേ മണിക്കൂറുകൾ ചേരുമ്പോൾ ഒരു ദിവസം, കുറേ ദിവസം ചേരുമ്പോൾ ഒരു മാസം, കുറേ ദിവസം ചേരുമ്പോൾ ഒരാഴ്ച, കുറേ ആഴ്ച ചേരുമ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് പോലെ ഇവിടെ ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇയോൺ. ഇയോൺ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ഇറകൾ ചേർന്നിട്ടാണ്. ഇറയാണെങ്കിലോ കുറേ പീരീഡ്സ് ചേർന്നാണ് ഇറ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ പീരീഡുകളും കുറേ ഇപ്പോക്കുകൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ വാട്ട് ആർ ദി മേജർ ഇയോൺസ്? ദി മേജർ ഇയോൺസ് ആർ ഹാരിയൻ ഇയോൺ, ആർക്കിയൻ ഇയോൺ, പ്രോട്ടിറോസോയിക് ഇയോൺ ആൻഡ് ഫാനറോസോയിക് ഇയോൺ. First one is Hadean eon. What is Hadean eon? Hadean eon represent a period where we could see rocks which resemble meteorites and the moon. എന്ന് പറഞ്ഞാൽ മൂണിൽ ചന്ദ്രനിൽ നിന്ന് വന്നതുപോലെയും അതുപോലെ ഉൽക്കയിൽ നിന്ന് വന്നതുപോലെയുമുള്ള റോക്കുകളുമായിട്ട് റിസംബിൾ ചെയ്യുന്ന ചില റോക്കുകൾ കണ്ടു. അതായത് മൂണിലും മെറ്റിയോറൈറ്റിലും ഉണ്ടായിരുന്ന പാറയുടെ സ്വഭാവമുള്ള പാറയാണ് ഹാഡിയൻ പീരീഡിൽ കുഴിച്ചെടുക്കപ്പെട്ടത്. ഹാഡിയൻ പീരീഡ് എന്ന് പറയുന്നത് ആ പീരീഡിലുള്ള നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എർത്തിനകത്ത് ലൈഫ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് കിട്ടിയ റോക്കുകൾ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു മെറ്റിയോറൈറ്റ്സ് ആൻഡ് മൂൺ. അതിൽ ഒരർത്ഥം കൂടെ ഉണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ എർത്തിന്റെ ഒറിജിന്റെ സമയമൊക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് പോയത്. Second one is Archean eon. Archean. What is meant by Archean eon? They are the earliest rocks on earth. അതിനുശേഷം ഭൂമിയിൽ കാണപ്പെട്ട ഏറ്റവും പ്രാചീനമായ റോക്കുകൾ കിട്ടിയ കാലയളവാണ് ആർക്കിയൻ എന്ന് പറയപ്പെട്ടത്. അത് കഴിഞ്ഞ് അടുത്ത ഇയോൺ ആണ് പ്രോട്രോസോയിക് ഇയോൺ. വാട്ട് ഈസ് പ്രോട്രോസോയിക് ഇയോൺ? ഡെവലപ്ഡ് സെൽ, ഒരു സെൽ വാളും സെൽ മെംബ്രെയിനും ഒക്കെ ഉള്ള ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സെല്ല് അല്ലെങ്കിൽ സെൽ ആസ് ആൻ ഓർഗാനിസം കണ്ട പീരീഡ് ആണ് പ്രോട്ടറോസോയിക്. സോ ദ ഫോസിൽ റെക്കോർഡ്സ് ഫ്രം പ്രോട്ടറോസോയിക് പീരീഡ് ഗവ് സെൽസ്, ഗവ് വെൽ ഡെവലപ്ഡ് സെൽസ് ആസ് ഫോസിൽ റെക്കോർഡ്. നൗ ദെൻ കംസ് ദി ഫാനറോസോയിക്. അതായത് ഏറ്റവും കൂടുതൽ ജീവികളുള്ളത് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ട് ലൈഫ്, ജീവൻ അല്ലെങ്കിൽ ജീവൻ കണ്ട ഏറ്റവും അവസാനത്തെ കാലയളവാണ് ഫാനറോസോയിക് ഇയോൺ. ഫാനറോസോയിക് ഇയോൺ is a eon where visible life was well represented in fossil record. Fossil recordൽ വിസിബിൾ ലൈഫ് നന്നായിട്ട് കണ്ട പീരീഡ് ആണ് ഫാനറോസോയിക് ഇയോൺ. സോ the ions are Hadean eon, Archean eon, Proterozoic eon and Phanerozoic eon. So each eons are represented by some markers. What are those markers? Hadean period, rock resembling meteoroids and the moon. Archean eon,
earliest rocks can be seen. Proterozoic eon period ആണെങ്കിലോ സെൽസ് കാണാൻ തുടങ്ങി. Phanerozoic eonൽ വിസിബിൾ ലൈഫ്, അതായത് വിവിധ തരത്തിലുള്ള ജീവികളുടെ ഫോസിൽ റെക്കോർഡ് കിട്ടിയ പീരീഡ് ആണ് Phanerozoic eon. Now, so eons are Precambrian, and Hadean, Archean, Proterozoic and Phanerozoic. Then ഈ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്രോസോയിക്, ഹാഡിയൻ, ആർക്കിയൻ ആൻഡ് പ്രോട്രോസോയിക്, ഇതിനെല്ലാം കൂടെ ചേർത്ത് പ്രീ കാംബ്രിയൻ എന്ന് പറയാറുണ്ട്. എന്താണ് പ്രീ കാംബ്രിയൻ എന്ന് പറയാറുണ്ട്. ദി ഹാഡിയൻ, ആർക്കിയൻ ആൻഡ് പ്രോട്രോസോയിക്കിനെല്ലാം ചേർത്ത് പ്രീ കാംബ്രിയൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നോ, അത് കഴിഞ്ഞ് വരുന്നതാണ് ഫാനറോസോയിക് ഇയോൺ. അത് കഴിഞ്ഞിട്ട് വരാണ് ഫാനറോസോയിക്. അതായത് പ്രീ കാംബ്രിയൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എല്ലാവരെയും ചേർത്ത് പറഞ്ഞതാണ് ഫാനറോസോയിക് ഇയോൺ. ഫാനറോസോയിക് ഇയോൺ എന്താണ് ഈ ഫാനറോസോയിക് ഇയോണിന്റെ ഒരു പ്രത്യേകത? ഒന്ന്, ദേ ആർ ഡിവൈഡഡ് ഇൻടു 3 ഇറാസ്. 3 ഇറകളായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതാണ് ആ ഇറകൾ? ഒന്ന് പാലിയോസോയിക് ഇറ, 2 മീസോസോയിക് ഇറ, 3 സീനോസോയിക് ഇറ. ഒന്നുകൂടെ, പ്രീ കാംബ്രിയൻ എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് പീരീഡ്. അത് കഴിഞ്ഞ് വന്ന ഫാനറോസോയിക് എന്ന് പറയുന്ന ഇയോണിനെ 3 ഇറകളായിട്ട് തിരിച്ചു. പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സീനോസോയിക് ഇറ. അതില് ആ ഇറകളെ പിന്നെ പീരീഡുകളായിട്ട് തിരിച്ചു. എന്തൊക്കെയാണ് ആ പീരീഡുകൾ? പാലിയോസോയിക് ഇറയെ കാംബ്രിയൻ, ഓർഡോഷ്യൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ് ആൻഡ് പെർമിയൻ എന്ന് തിരിച്ചു. അതായത് പാലിയോസോയിക് ഇറായെ കാംബ്രിയൻ, ഓർഡോഷ്യൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ് പിന്നെ പെർമിയൻ, ഇങ്ങനെ 6 തിരിച്ചു. 6 പീരീഡുകളായിട്ട് തിരിച്ചു. മീസോസോയിക് ഇറായെയോ ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ്. ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ് എന്ന് പറയുന്ന 3 പീരീഡുകളായിട്ട് തിരിച്ചു. ഇനി സീനോസോയിക് ഇറായോ, ആ ഇറയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സീനോസോയിക് ഇറായെ വീണ്ടും തിരിച്ചു. പാലിയോജൻ, നിയോജീൻ, ക്വാട്ടർണറി. പാലിയോജീൻ, നിയോജീൻ, പിന്നെന്താണ് ക്വാട്ടർണറി എന്നീ 3 പീരീഡുകളായിട്ട് തിരിച്ചു. വീണ്ടും 3 പീരീഡുകളായിട്ട് തിരിച്ചു. സോ പലായോജിൻ, നിയോജീൻ, ക്വാട്ടർണറി ഈ 3 പീരീഡുകളായിട്ട് സീനോസോയിക് ഇറായെ തിരിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? നൗ വി ആർ ലിവിങ് ഇൻ എ പീരീഡ് കോൾഡ് ഹോളോസീൻ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പീരീഡുകളെ പിന്നെ ഇപ്പോക്കുകളായിട്ട് തിരിച്ചു. ഇപ്പോക്കുകൾ, അതായത് പീരീഡിന്റെ ഡിവിഷൻസ് ആണ് ഇപ്പോക്കുകൾ. ആ ഇപ്പോക്കുകൾ ഏതൊക്കെയാണുള്ളത്? ഒന്ന് ഹോളോസീൻ. ഹോളോസീൻ മീൻസ് വി ആർ ജസ്റ്റ് ലിവിങ് നൗ. അതായത് ഇന്നേക്ക് 0.01 മില്യൺ ഇയേഴ്സ് എഗോ വരെയുള്ള പീരീഡാണ് ഹോളോസീൻ. പിന്നെ ഒന്നുള്ളത് പ്ലയോസ്റ്റീൻ. അതെന്താണ് പ്രത്യേകത? ഇന്നേക്ക് 2 മില്യൺ ഇയേഴ്സ്. അങ്ങനെ ഏറ്റവും അവസാനത്തെ പീരീഡുകൾ എന്നുള്ള രീതിയിൽ ഇപ്പോക്കുകളായിട്ട് തിരിച്ചു. പാലിയോജീൻ എന്ന് പറയുന്ന പീരീഡിന്റെ ഇപ്പോക്കുകളാണ് പെലായോസീൻ, ഇയോസീൻ, ഒളിഗോസീൻ. അതുപോലെ നിയോജീൻ പീരീഡിന്റെ ഇപ്പോക്കുകളാണ് മയോസീൻ, പ്ലയോസീൻ. ക്വാറ്റർണറി പീരീഡ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പീരീഡിലെ ഇപ്പോക്കുകളാണ് പ്ലയോസ്റ്റീൻ, ഹോളോസീൻ. Now, what are the speciality? What are the characteristic features of eras? നമ്മൾ പറഞ്ഞു ഇയോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഇയോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഇറാസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ഇറാസിനും ഒരു പീരീഡ് ഉണ്ട്. പാലിയോസോയിക് ഇറ ആണ് ആദ്യത്തെ ഇറ. പാലിയോസോയിക് ഇറ, ഫോസിൽ ഇറ, പാലിയോസോയിക് ഇറ. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഏർലി ലൈഫ്. അത് 544 മില്യൺ മുതൽ 244 മില്യൺ ഇയേഴ്സ് എഗോ വരെയാണ്. അതായത് 544 മുതൽ 243 മില്യൺ ഇയേഴ്സ് എഗോ വരെയാണ് പാലിയോസോയിക് ഇറ. Second one is called the Mesozoic era, which that is called the middle life, and that represent a period from 245 million years ago to 66 million years. 245 മില്യൺ ഇയേഴ്സ് എഗോ മുതൽ 66 മില്യൺ ഇയേഴ്സ് എഗോ വരെ വരുന്ന പീരീഡ് ആണ് മീസോസോയിക് ഇറ.
Last one is called Cenozoic era, that is called recent life. എന്താണ് അവിടുത്തെ പ്രത്യേകത? ഇന്നേക്ക് മുന്നോട്ട് 66 മില്യൺ ഇയേഴ്സ് എഗോ വരെ ഉള്ളതാണ് സീനോസോയിക് ഇറ. സീനോസോയിക് ഇറ റെപ്രസെന്റ്സ് എ പീരീഡ് ഫ്രം 66 മില്യൺ ഇയേഴ്സ് എഗോ ടു പ്രസന്റ്. ഈ ഇറകളാണ് പിന്നെ പീരീഡുകളായിട്ട് തിരിച്ചത്. ഏതൊക്കെയാണ് പീരീഡുകൾ? ദ പീരീഡ്സ് ആർ Cambrian, that is explosion of life. Life started in Cambrian period. Then Ordovician, first vertebrate was formed in Ordovician period. Silurian, that is first land plant was formed in this period. Devonian, that is fishes, that is called age of fish. Devonian period ഫിഷുകൾ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. Mississippian, winged insects were observed at this time. Pennsylvanian, this is the period where first reptiles are seen. Then Permian period, that is called the amphibious form of life കണ്ടതാണ് Permian period. Triassic, they are the time where first dinosaurs were seen. They are the small mammals. Then there comes the Jurassic period. Jurassic period is 195 million years ago. 195 million years ago ആണ് Jurassic period. അവിടെ first birdsഉം flowering plantsഉം കണ്ടു. Then there comes the Cretaceous period. ഈ Cretaceous period we could see a lot of heyday of dinosaurs. They are the best time of dinosaurs and that is from on Cretaceous period. Then there comes the Tertiary period where mammals thrive. Tertiary period-ലാണ് mammals കൂടുതലായിട്ട് thrive ചെയ്തത്. And last one is Quaternary period and that is the period of man and technology. ഇന്നത്തെ കാലമാണ് Quaternary period. So if you want to remember the time scale, Earth was formed around 4.6 billion years ago and it is believed that Earth formed as the dust or a rock or a piece of ice, and because of gravity these masses gathered together and gradually Earth grew larger and gravity increased. So the nearby ice, dust and all the things were captured by the Earth, and as the object hit the Earth high speed, their energy changed to thermal energy. അങ്ങനെ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടി, എർത്ത് ചൂടായി. അങ്ങനെ ചൂടായിരുന്ന എർത്തിൽ കുറേ കാലം മഴ പെയ്തു. ക്രമേണ തണുത്ത ഒരു ഗ്രഹമായിട്ട് മാറി. ഇങ്ങനെയാണ് എർത്ത് ഫോം ചെയ്തത്. ഇങ്ങനെ എർത്ത് ഫോം ചെയ്തു. കുറെ ലൈഫ്സ്, നമ്മൾ ഹിസ്റ്ററി അനുസരിച്ച് കുറെ ലൈഫ് ഫോംസ് ഒക്കെ വന്നു. പക്ഷെ എന്നിട്ട് ബിറ്റ്വീൻ പാലിയോസോയിക് ആൻഡ് മീസോസോയിക് എറ, പാലിയോസോയിക് എറയുടെയും മീസോസോയിക് എറയുടെയും ഇടയിൽ ഒരു മാസ് എക്സ്റ്റിങ്ഷൻ വന്നു. അതായത് ട്രൈലോബൈറ്റ്സ് എന്ന് പറയുന്ന പീരീഡിൽ എന്തോ ക്ലൈമറ്റ് ചേഞ്ച് വരികയും ഓർഗാനിസം മാസ് എക്സ്റ്റിങ്ഷൻ വന്നു. അതുപോലെ ബിറ്റ്വീൻ സീനോസോയിക് എറ ആൻഡ് മീസോസോയിക് എറ, മീസോസോയിക് എറയുടെയും സീനോസോയിക് എറയുടെ ഇടയിലും ഫോസിൽ റെക്കോർഡ്സ് ഇല്ല. അവിടെയും എല്ലാ ഓർഗാനിസവും നശിച്ചു പോയൊരു കാലം വന്നു. അപ്പോൾ എർത്ത് ഫോം ചെയ്തു, ഓർഗാനിസംസ് വന്നു, എന്നാൽ രണ്ട് മാസ് എക്സ്റ്റിങ്ഷനും വന്നു. സോ ദിസ് ഈസ് ദി ഹിസ്റ്ററി ഓഫ് എർത്ത്.